ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് നാരായണീയം 8ാമത്തെ ദശകമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 3 ശ്ലോകങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞു. എല്ലാവരും ക്ലാസ് കേൾക്കണം, നല്ലോണം ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ക്ലാസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ വരുമ്പോൾ അത് പ്രസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് പുതിയ ക്ലാസ്സിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. നമുക്ക് 8ാമത്തെ നാരായണീയം പ്രളയവർണ്ണന 8ാമത്തെ ദശകത്തിലെ 4ാമത്തെ ശ്ലോകമാണ് ഇനി പഠിക്കേണ്ടത്. നമുക്ക് ചൊല്ലി നോക്കാം. ശ്ലോകം 4. പഞ്ചാശദബ്ധമധുനാ സ്വവയോർധരൂപം ഏകം പരാർദ്ധമതിവൃത്യ ഹി വർത്തതേ സോ തത്രാന്ത്യരാത്രിജനിതാൻ കഥയാമി ഭൂമൻ പശ്ചാദ്ദിനാവതരണേ ച ഭവദ്വിലാസാൻ. ഹരേ കൃഷ്ണ. പദച്ഛേദം നോക്കുമ്പോൾ പഞ്ചാശദബ്ദം അധുന, പഞ്ചാശദബ്ദം പ്ലസ് അധുന എന്ന വരിക. പഞ്ചാശദബ്ദം പ്ലസ് അധുന സ്വവയോർധരൂപം, സ്വവയോർധരൂപം പ്ലസ് ഏകം. അപ്പോൾ സ്വവയോർധരൂപം ഏകം എന്ന് ഒന്നിച്ച് വായിക്കാം, അല്ലെങ്കിൽ സ്വവയോർധരൂപം പിന്നെ ഏകം പരാർത്ഥം. അധികവും ചെറിയ ശ്ലോകമുണ്ട്, ഒന്നിച്ച് വായിക്കാം നമുക്ക്. സ്വവയോർധരൂപം ഏകം പരാർത്ഥം അതിവൃത്യ, പരാർത്ഥം പ്ലസ് അതിവൃത്യ പിരിക്കുമ്പോൾ പരാർത്ഥം പ്ലസ് അതിവൃത്യ, വായിക്കുമ്പോൾ ഒന്നിച്ച് പരാർത്ഥം അതിവൃത്യ. ഹി വർത്തതേ പ്ലസ് അസോ വർത്തതേ സോ. തത്ര അന്ത്യരാത്രിജനിതാൻ, തത്ര അന്ത്യരാത്രിജനിതാൻ കഥയാമി ഭൂമൻ പശ്ചാത് ദിന അവതരണേ. അപ്പം പശ്ചാത് ദിനാവതരണേ ഒന്നിച്ച് വായിക്കണം. ച ഭവദ് വിലാസാൻ, ഭവദ്വിലാസാൻ എന്നാണ് പുസ്തകത്തിൽ മിക്കവിടെ ഉണ്ടാവുക, ചിലവിടെ പിരിച്ചു കൊടുത്തിട്ടുണ്ടാവും വിലാസാൻ എന്ന്. ഭവദ്വിലാസൻ. ആ ദ്വ എന്നുള്ളതിന് ഒരു എൽ ഷേപ്പ് തിരിച്ചിട്ട മാതിരി ഒരു അടയാളം വാ എന്നുള്ളതിൻ്റെ ഉച്ചാരണത്തിൻ്റെ അടയാളമായിട്ടാണ് അവർ ഒന്നിച്ച് എഴുതുമ്പോൾ അങ്ങനെ എഴുതുക. അപ്പോൾ ഭവദ്വിലാസാൻ എന്ന് വായിക്കും. പിരിക്കുമ്പോൾ ഭവദ് പ്ലസ് വിലാസാൻ എന്ന് വരും. ഹരേ കൃഷ്ണ. നമുക്ക് അന്വയപ്രകാരം അർത്ഥം നോക്കുമ്പോൾ അസൗ, അസൗ പറഞ്ഞാൽ ആ ബ്രഹ്മാവ്, അദ്ദേഹം. അധുന ഇപ്പോൾ, ഇപ്പോൾ ബ്രഹ്മാവിൻ്റെ ആയുസിൻ്റെ കാര്യമാണ് പറയണത്. ഇപ്പോൾ ബ്രഹ്മാവ് പഞ്ചാശദബ്ദം പറഞ്ഞ 50 സംവത്സരം സ്വവയോർധരൂപം തൻ്റെ ആയുസിൻ്റെ പകുതി ആയ ഏകം പരാർത്ഥം ആദ്യത്തെ പകുതിയെ, 100 വയസ്സല്ലേ ബ്രഹ്മാവിന് ആയുസ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ പരാർത്ഥത്തെ പകുതിയെ അതിവൃത്യഹി അതിവർത്തിച്ചിട്ട്, അല്ലെങ്കിൽ ആ 50 വയസ്സ് കഴിഞ്ഞിട്ടാണ്, അതിന് ഏകദേശം 50 വയസ്സ് കഴിഞ്ഞിട്ടാണ് വർത്തതേ ഇവിടെ വർത്തിക്കുന്നത്, ഇപ്പോൾ സൃഷ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നർത്ഥം. 50 വയസ്സായി ബ്രഹ്മാവിന്. ഭൂമൻ, ഹേ ഭൂമാവായവനെ, തത്ര പറഞ്ഞ അവിടെ, അതായത് ആദ്യത്തെ പരാർത്ഥത്തിൽ, അന്ത്യരാത്രി ജനിതാൻ. അപ്പോൾ ഇവിടെ പുതിയ വരാഹകൽപ്പം തുടങ്ങി. ആ വരാഹകൽപ്പത്തിൽ എങ്ങനെയാണ് സൃഷ്ടിയിൽ പറയേണ്ടത് അറിയില്ല, അതിനു മുമ്പുള്ളതൊന്നും പറയാൻ അറിയില്ല. അപ്പോൾ ഭട്ടതിരിപ്പാട് പറയണത് ഇവിടെ മുൻപിലത്തേതൊന്നും നമുക്ക് അറിയാൻ പറ്റാത്തതുകൊണ്ട് ആ ആദ്യത്തെ പരാർത്ഥത്തിൽ രാത്രിയിൽ ജനിച്ചവയും ഉണ്ടായ സംഭവവും പശ്ചാത് പിന്നെ ദിനാവതരണേച്ച അടുത്ത ദിവസത്തിൻ്റെ ആരംഭത്തിലുണ്ടായതുമായ ഭവത് വിലാസാൻ ഇന്ദിരുവടിയുടെ ലീലകളെ കഥയാമി ഞാൻ കഥിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ പറയാൻ ശ്രമിക്കുന്നു, പറയുന്നു എന്നർത്ഥം. ഇവിടെ മനസ്സിലാക്കേണ്ടത് ബ്രഹ്മാവിൻ്റെ പകുതി, ഇപ്പോൾ ബ്രഹ്മാവിൻ്റെ വയസ്സ് ഈ കൽപ്പത്തിൽ 50 വയസ്സാണ്. 100 വയസ്സാണ്. 1000 ചതുർയുഗമാണ് പകല്, 1000 ചതുർയുഗം രാത്രി. അങ്ങനെയാണ് ബ്രഹ്മാവിൻ്റെ ആയുസ് പറയണത്. അപ്പോൾ അതിൽ 50 കഴിഞ്ഞു എന്നാണ് അർത്ഥം. അതിനെ അതിവർത്തിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള പരാർത്ഥത്തിൻ്റെ അന്ത്യരാത്രിയിലുണ്ടായ, അതായത് കഴിഞ്ഞ കൽപ്പത്തിൻ്റെ അവസാനിക്കുന്ന സമയത്തുണ്ടായ സംഭവങ്ങളും പിന്നെ പ്രളയം കഴിഞ്ഞ് പുതിയ കൽപ്പം തുടങ്ങിയപ്പോൾ ഉണ്ടായ ആദ്യത്തെ സംഭവങ്ങളും ചേർത്തിട്ട് അടുത്ത ദിവസം പ്രഭാതം പറഞ്ഞാൽ പുതിയ കൽപ്പം തുടങ്ങിയിട്ട് ഉണ്ടായ സംഭവങ്ങളും
അത് ഞാൻ ഇവിടെ വിവരിക്കാം എന്നാണ്. അതിന് മുമ്പുള്ളത് നമുക്ക് സാധിക്കില്ല, അറിയില്ല എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും പറയാൻ സാധിക്കില്ല. അപ്പം ആദ്യകാലത്ത് സത്യലോകത്ത് ഭഗവാൻ സ്വയം ബ്രഹ്മാവായി രൂപം പൂണ്ടു. അപ്പോൾ ആ ബ്രഹ്മാവ് ബ്രഹ്മത്തിൽ നിന്നുണ്ടായതുകൊണ്ട് ആ ബ്രഹ്മകൽപ്പം എന്ന് പേരിൽ അറിയപ്പെട്ടു. ആ ബ്രഹ്മകൽപ്പം കഴിഞ്ഞു. ബ്രഹ്മാവിൻ്റെ പരമായുസ് 100 വർഷമാണ്. അപ്പോൾ അതിൻ്റെ പകുതി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ എന്നാണ് പറയണത്. ബ്രഹ്മകൽപ്പം കഴിഞ്ഞ് അടുത്ത കൽപ്പത്തിൽ ഭഗവാൻ എന്തായി? ഭഗവാന്റെ നാഭിയിൽ നിന്നാണ് ബ്രഹ്മാവ് ഉണ്ടായത്. അപ്പോൾ ഭഗവാന്റെ നാഭിയിൽ നിന്നുണ്ടായതുകൊണ്ട് അത് പത്മകൽപ്പം എന്നറിയപ്പെടുന്നു. അതിനടുത്ത കൽപ്പം വരാഹമൂർത്തിയായിട്ട് ഇവിടെ അവതരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ കൽപ്പത്തെ വരാഹകൽപ്പം എന്ന് പറയുന്നു. നമ്മളിപ്പോൾ ജീവിക്കുന്നത് വരാഹകൽപ്പത്തിലാണ്. ബ്രഹ്മാവിൻ്റെ ഈ വരാഹകൽപ്പത്തിൽ ബ്രഹ്മാവിന് ഇപ്പോൾ പരാർദ്ധം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ 50 വയസ്സ് കഴിഞ്ഞു. ഇനി ഒരു 50 വർഷങ്ങളെ പറഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ ദിവ്യവർഷങ്ങൾ കഴിഞ്ഞാലേ ഈ കൽപ്പം കഴിയുള്ളൂ. അപ്പം ഇതിന് മുമ്പത്തെ പറയാൻ പറ്റാത്തതുകൊണ്ട് വരാഹകൽപ്പം തുടക്കത്തിലുള്ളതും പത്മകൽപ്പത്തിൻ്റെ അവസാനം പ്രളയത്തിന് മുമ്പുണ്ടായതുമായ സംഭവങ്ങൾ ഞാൻ വിവരിക്കാം. അതായത് നമ്മളിപ്പോൾ ഇന്നലെ ഉറങ്ങാൻ കിടക്കുകയാണെങ്കിൽ ഇന്നലെ രാത്രിയിലുണ്ടായതും നാളെ പകലുണ്ടായ സംഭവങ്ങളും എന്നുള്ള മാതിരി നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ ഇവിടെ കൽപ്പത്തിൻ്റെ കണക്കിൽ അത് നമുക്ക് മനസ്സിലാക്കാം എന്ന് അറിയിക്കുക. അപ്പോൾ ആ അനാദിയായ പ്രപഞ്ചത്തിൻ്റെ ഒന്നും നമുക്ക് അറിയാൻ പറ്റില്ല. ബ്രഹ്മകൽപ്പത്തിൻ്റെ അവസാനം പത്മകൽപ്പത്തിൻ്റെ തുടക്കം വരെയുള്ള ഭഗവാന്റെ ലീലകൾ നമുക്ക് അറിഞ്ഞാൽ അതിന് മുമ്പുള്ളതിനെ കുറിച്ച് ഊഹിക്കാം, അത്രയേ ഉള്ളൂ. അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കും എന്ന് ഞാൻ പറയാം ഭഗവാനെ എന്ന് ഈ ശ്ലോകത്തിൽ പറയുന്നു. ഹരേ കൃഷ്ണ. നമുക്ക് 5ാമത്തെ ശ്ലോകം ചൊല്ലി നോക്കാം. 8ാമത്തെ ദശകത്തിലെ 5ാമത്തെ ശ്ലോകം. ദിനാവസാനേത സരോജയോനിഃ സുഷുപ്തികാമസ്ത്വയി സന്നിലില്ലേ ജഗന്തിജ ത്വജ്ജഠരം സമീയുസ്തദേദമേകാർണവമാസ വിശ്വം. ഹരേ കൃഷ്ണ. ഉപേന്ദ്രവജ്ര വൃത്തത്തിലാണ് ഈ ശ്ലോകം എഴുതിയിരിക്കുന്നത്. നമുക്ക് പദം പിരിക്കുമ്പോൾ ദിനാവസാനേ പ്ലസ് അധ എന്ന് വരും. ദിനാവസാനേധ സരോജയോനിഃ സുഷുപ്തി കാമഃ പ്ലസ് ത്വയി സുഷുപ്തി കാമഃ പ്ലസ് ത്വയി. അപ്പോൾ സുഷുപ്തി കാമസ്ത്വയി സന്നിലില്ലേ ജഗന്തി ച ത്വജ്ജഠരം ത്വത് ജഠരം എന്നുള്ളതിന് ത്വജ്ജഠരം സമീയുഹു തദേദം ഏകാർണവം ആസ വിശ്വം. തദിദം ഏകാർണവ ആസ വിശ്വം. അപ്പം തദേദം ഏകാർണവം ആസം. അപ്പം തത് ഇദം ഏകാർണവം ആസ വിശ്വം. അങ്ങനെയാണ് പിരിക്കുക. ഹരേ കൃഷ്ണ. അന്വയപ്രകാരം നോക്കുമ്പോൾ അധ പറഞ്ഞ അനന്തരം, അതിനുശേഷം അതിനെ വർണ്ണിക്കാം എന്ന് പറഞ്ഞതിന് ശേഷം വർണ്ണിക്കുകയാണ് ഇവിടെ. ദിനാവസാനേ ആ പകലിൻ്റെ അവസാനത്തിൽ, അതായത് കഴിഞ്ഞ പത്മകൽപ്പത്തിൻ്റെ പകലിൻ്റെ അവസാനത്തിൽ സരോജയോനി ആ പത്മസംഭവനായ ബ്രഹ്മദേവൻ, അന്ന് പത്മസംഭവനാണ്, പത്മത്തിൽ നിന്ന് ഉത്ഭവിച്ചവനാണ് ബ്രഹ്മാവ് പത്മകൽപ്പത്തിൽ. ആ ബ്രഹ്മദേവൻ സുഷുപ്തികാമ സൃഷ്ടിയൊക്കെ കഴിഞ്ഞ് രാത്രിയായപ്പോൾ ഉറങ്ങുവാൻ ആഗ്രഹിക്കുന്നവനായി. അതാണ് സുഷുപ്തി കാമഹ. കാമഹ പറഞ്ഞാൽ ആഗ്രഹിക്കുക, സുഷുപ്തി പറഞ്ഞ ഉറക്കം. അപ്പോൾ ബ്രഹ്മാവിന് രാത്രിയായപ്പോൾ ഉറങ്ങാൻ ആഗ്രഹിക്കുന്നവനായിട്ട് തൊയി നിന്തിരുപടിയിൽ സന്നിലില്ലേ എല്ലാം ഒരുപോലെ സമ്യക്കമായി വേണ്ട വിധത്തിൽ ലയിച്ചു ചേർത്ത് എന്തൊക്കെ ബ്രഹ്മാവ് സൃഷ്ടിച്ചിട്ടുണ്ടോ അതിനെയെല്ലാം വേണ്ട പോലെ ബ്രഹ്മാവിൽ ലയിച്ചു. എന്നിട്ട് ജഗന്തി ഈ ജഗത്തുക്കൾ ഈ പ്രപഞ്ചങ്ങൾ എല്ലാം ത്വജ്ജഠരം നിന്തിരുവടിയുടെ ജഠരത്തെ അങ്ങയുടെ ഉദരത്തെ സമീയുഹൂച്ച പറഞ്ഞാൽ പ്രാപിക്കുകയും ചെയ്തു. അതായത് ബ്രഹ്മാവിന് ഉറങ്ങേണ്ട സമയമായി. അപ്പോൾ ബ്രഹ്മാവ് സൃഷ്ടിച്ച പ്രപഞ്ചങ്ങളും ആ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങളും ചരങ്ങളും അചരങ്ങളുമായതെല്ലാം ഭഗവാനിലേക്ക് ജഠരത്തിൽ ലയിച്ചു. തഥാ അപ്പോൾ അങ്ങനെ എല്ലാം ലയിച്ചപ്പോൾ എന്തായി? ഇതം വിശ്വം ഈ പ്രപഞ്ചം തത് ഇതം ഏകാർണവം, അതായത് ഈ കാണുന്ന ഈ പ്രപഞ്ചം മുഴുവൻ ഒന്നുമില്ലാതെ എന്തുമാത്രമായി? ഏകാർണവം ആസ ഒറ്റക്കടലായി. അതായത് പ്രളയം വന്ന് എല്ലാവരുടെയും ജലം
കടൽ മാത്രമായിട്ട് മാറി ഭവിച്ചു എന്ന് പറയുന്നു. ബ്രാഹ്മകൽപ്പത്തിൻ്റെ അവസാന ദിനത്തിൽ സുഷുപ്തി ആയിട്ട് തീർന്ന ബ്രഹ്മാവ് സരോജയോനിയല്ല. അത് പത്മകൽപ്പത്തിൽ താമരപ്പൂവിൽ നിന്ന് ജനിച്ചതുകൊണ്ടാണ് ബ്രഹ്മാവ് പത്മകൽപ്പൻ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ബ്രഹ്മാവിന് ആ പത്മകൽപ്പത്തിൽ ഉറങ്ങേണ്ട സമയമായപ്പോൾ ബ്രഹ്മാവ് എന്തോ സൃഷ്ടിച്ചത് എന്തെല്ലാമാണോ അതെല്ലാം ചേർന്ന് ഭഗവാനിൽ ലയിച്ച് പ്രപഞ്ചം മുഴുവൻ ഏക കടലായി ഭവിച്ചു എന്ന് പറയുന്നു. നമുക്കിനി ഓരോ ശ്ലോകത്തിലൂടെ ആ സൃഷ്ടിയുടെ ഓരോ ഇത് പഠിക്കാൻ സാധിക്കും. ഹരേ കൃഷ്ണ. എല്ലാവരും ക്ലാസ് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഹരേ കൃഷ്ണ.